കതവതു പ്രത്യയ, കതപ്രത്യയ. രണ്ടും ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ്. കാരണം ഇവ കണ്ടു കഴിഞ്ഞാൽ ഭൂതകാലാർത്ഥമായിരിക്കും കിട്ടുക. രാമൻ വനത്തിലേക്ക് പോയി. രാമഃ വനം ഗതവാൻ. രാമനാൽ വനം പോകപ്പെട്ടു. രാമേണ വനം ഗതം. ഇവിടെ ഗതവാൻ എന്ന് വന്നതുകൊണ്ട് കതവതു പ്രത്യയം. ഇവ കർത്തരിയിൽ ഉപയോഗിക്കും. ഗതം എന്നത് കതപ്രത്യയമാണ്. ഇവ കർമ്മണിയിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതാണ് വ്യത്യാസം. ഓക്കെ. അച്ഛൻ ഓഫീസിലേക്ക് പോയി. ജനകഃ കാര്യാലയം ഗതവാൻ. അച്ഛനാൽ ഓഫീസ് പോകപ്പെട്ടു. ജനകേന കാര്യാലയഃ ഗതഃ. ഇത് എന്താ പറയാ, ജനകഃ കാര്യാലയം ഗതവാൻ എന്നത് കർത്തരി പ്രയോഗത്തിലാണ്. അച്ഛനാൽ ഓഫീസ് പോകപ്പെട്ടു. ജനകേന കാര്യാലയഃ ഗതഃ എന്നത് കർമ്മണി പ്രയോഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മപദത്തിന്റെ പ്രാധാന്യം അവിടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ കർമ്മപദം ഏതാണ്? കാര്യാലയഃ. അത് പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ഗതഃ എന്ന് പുല്ലിംഗത്തിൽ വന്നിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ കർത്തരി പ്രയോഗമാണെങ്കിൽ കർത്തൃപദത്തിന്റെ പ്രാധാന്യവും കർമ്മണി പ്രയോഗമാണെങ്കിൽ കർമ്മപദത്തിന്റെ പ്രാധാന്യവും അനുസരിച്ചിട്ടായിരിക്കും വാക്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ. അടുത്ത വാക്യം. അച്ഛൻ വന്നപ്പോൾ മകൻ ഉറങ്ങി. യഥാ ജനകഃ ആഗതവാൻ തഥാ പുത്രഃ നിദ്രീതവാൻ. ഇവിടെ ആഗതവാൻ, നിദ്രീതവാൻ എന്നിവയാണ് കതവതു പ്രത്യയം. ഇനി ഇവയെ തന്നെ നമുക്ക് കതപ്രത്യയത്തിലേക്ക്, അതായത് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാം. അച്ഛനാൽ വരപ്പെട്ടപ്പോൾ മകൻ ഉറങ്ങപ്പെട്ടു. യഥാ ജനകേന ആഗതം തഥാ പുത്രേണ നിദ്രീതം. ഇവിടെ നോക്കൂ, വന്നപ്പോൾ അല്ലെ. അപ്പൊ എവിടേക്കാണ് വന്നത് അച്ഛൻ? വീട്ടിലേക്ക് എന്ന ആ ഒരു പദം അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, എന്തുകൊണ്ടാണ് ആഗതം എന്ന് വരാൻ കാരണം, നപുംസകലിംഗത്തിൽ വരാൻ കാരണം? അവിടുത്തെ കർമ്മപദം, അതായത് ഗൃഹത്തിലേക്കാണ് വന്നത് അല്ലെ അച്ഛൻ. അപ്പോൾ ഗൃഹം എന്നത് നപുംസകലിംഗമായത് കൊണ്ടാണ് ഇവിടെ ആഗതം എന്ന് കൊടുത്തത്. ഓക്കെ. പിന്നെ ഇവിടെ നിദ്രീതം എന്നത്, കാരണം നിദ്രീതം എന്നത് ധാതുവാണ്. അത് എന്താ പറയാ, അകർമ്മക ധാതുവാണ്. അതുകൊണ്ട് അവയ്ക്ക് കർമ്മം ഉണ്ടാകില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ വാക്യത്തിൽ ആഗതം എന്ന കതപ്രത്യയത്തിൽ കർമ്മമുണ്ട്, നിദ്രീതം എന്ന കതപ്രത്യയത്തിൽ കർമ്മമില്ല. അങ്ങനെ ഒരൊറ്റ വാക്യത്തിൽ തന്നെ രണ്ട് ക്രിയ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ.